അങ്ങനെ ഞങ്ങളിവിടെ എത്തിയേക്കുന്നത് കേവലാർ എന്ന് പറഞ്ഞൊരു അതിമനോഹരമായൊരു പള്ളിയുണ്ട് ഇവിടെ, കേവലാർ. സോ ട്രെയിൻ ഇറങ്ങി കാർമേഘങ്ങൾ കണ്ടു. ഇത് ക്ലീവിക്കുള്ള വണ്ടിയാണ്, ഈ കാണുന്ന കിടക്കുന്ന വണ്ടി ക്ലീവിക്കുള്ള വണ്ടിയാണ്. പക്ഷേ നമ്മൾ പോണത് കേവലാർ എന്ന് പറഞ്ഞ അതിമനോഹരമായ മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകണേ. ഈ പള്ളീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ബട്ട് മേ ബി ഒരു ഫ്യൂ സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സിൽ പള്ളി കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോണ വഴിയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്താണ് ഈ പള്ളിക്ക് പോകാൻ ഇപ്പോൾ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ എപ്പോഴും നീല ബാഗ് ഇട്ടിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. പള്ളിക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ ഒപ്പം പോകുന്നതല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതാണ് പള്ളിയിലേക്ക്. യുനോ, ട്രാക്ക് ക്രോസ് ചെയ്ത് പോണ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതുകൂടെയാണ് കേവലാർ പള്ളിയിലേക്ക് പോകുക. അതായത് ചെറിയൊരു സ്ട്രീറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ നീല ബാഗിട്ടുള്ള ചേട്ടൻ ഈ കാണുന്ന സ്ട്രീറ്റ്സ് ആണ് കേവലാറിൻ്റെ ഒരു സ്ട്രീറ്റ്. ഇപ്പോൾ നേരെ പോയിട്ടാണ് കേവലാർ എന്ന് പറഞ്ഞ പള്ളി. സോ ഇതിലൂടെ ഒരു ക്രാങ്കൻ ഹൗസ് ഉണ്ട്. ക്രാങ്കൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ക്രാങ്കം ആയിട്ടുള്ള ആൾക്കാർക്ക് പോകുന്ന ഹൗസാണ് ക്രാങ്കൻ ഹൗസ്. ഞാൻ എന്തായാലും ക്രാങ്കല്ല, സോ എനിക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പള്ളിക്ക് പോകണേ. ഈ പോണ സ്ഥലത്ത് ആക്ച്വലി കുറേ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പിന്നെ അവിടെ തന്നെ 2-3 പള്ളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടവർ, അതിൽ എന്താ ഫൗണ്ടനൊക്കെ, പിന്നെ ഒരു ഐസ്ക്രീം കട ഉണ്ട്, പിന്നെ ഇവിടെ ചെറിയ കഫേ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു തീർത്ഥയാന്ത്രം കൂടിയാണ്. ആൻഡ് ആ കാണുന്നതാണ് കേവലാർ പള്ളി. വേളാങ്കണ്ണി പോലെയാണ് കേവലാർ പള്ളി. ഐ വിൽ ഷോ യു ഇൻ ഡീറ്റെയിൽ. ഇതൊക്കെ ചെറിയ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന സാധനമല്ല, ആക്ച്വലി വലിയ വീഡിയോയിൽ കാണിക്കേണ്ട സാധനമാണ്. പെട്ടെന്ന് സാഹചര്യത്തിൽ ഒരു വണ്ടി കണ്ടു, ചെറിയൊരു വണ്ടി. ഈ വണ്ടിയിൽ ആൾക്കാർ എവിടെ ഇരിക്കണേന്ന് നോക്കിക്കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ നോക്കിയിരിക്കണത്. കാരണം ഇവിടെ ആൾക്കാർക്കൊക്കെ ഈ വണ്ടി വാങ്ങിയ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമെന്നാണ് നോക്കണേ. എന്തായാലും നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോയി നോക്കി നോക്കാം. വണ്ടി എങ്ങനത്തെ സാധനമാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണെന്നൊക്കെ അറിയാം. ഓ മൈ ഗോഡ്, ഇതെന്താ ഒക്ടോബസോ എന്തൊക്കെയോ ചെകുത്താനോടാ നീ? മൈ ഗോഡ്, അറിയില്ല കേട്ടോ. എന്തൊക്കെയോ എവിടേക്കോ എന്തോ ഇവിടെ വേറെ കുറേ നല്ല വൃത്തിയായിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈക്കിളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല കഫേകൾ. ഓ, ഇപ്പം മനസ്സിലായി. ഈ വണ്ടിയുടെ മസ്തയായിട്ടുള്ളത് ഈ ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഷർട്ടുമിട്ടൊക്കെ ഗോസ്റ്റ് ആയിരുന്നു.